ഇവിടുത്തെ വനമാലി ഇവിടെയുണ്ട്. ഇവിടുത്തെ ചെടികളൊക്കെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് എൻ്റെ മരുമകളാണ് ലക്ഷ്മിക്കുട്ടി. എൻ്റെ ചേട്ടൻ്റെ മകൻ്റെ ഭാര്യയാണ് ലക്ഷ്മിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ലക്ഷ്മി മോളെ, ഈ ചെടി ഇത് നട്ടതിന് ശേഷമേ ഇനിയിപ്പോൾ ഇത് ഇളക്കി വലിയ ചട്ടിയിലേക്ക് നടന്നില്ലേ, ഇതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ. ചെയ്യണ്ട, ഒരാഴ്ചക്ക് ശേഷം DAP എന്ന് പറഞ്ഞ ഒരു വളം കിട്ടും. DAP അത് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ പൂവുണ്ടാവും. അധികം ഇട്ട് കൊടുക്കണ്ട, ഒരു ഞുള്ളു നമ്മുടെ ഈ വിരലിൽ ഒരു ഞുള്ളു DAP ഇട്ട് കൊടുത്താൽ മതി. സൈഡിൽ കുറച്ച് കുഴി എടുത്തിട്ട് DAP ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ഇതാ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ഇങ്ങനെ തന്നെ വെക്കണം. ഇത് കവർ പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ തന്നെ വെച്ചാൽ അപ്പൊ ഈ വേര് ഏതെങ്കിലും ഒന്നും ചെയ്യണ്ട, വേര് തന്നെ ഇറങ്ങിക്കൊള്ളില്ലോ. കാരണം ഈ വെച്ചേക്കുന്ന മണ്ണ് ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ വേര് നമ്മള് പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മണ്ണിട്ടതിന് ശേഷം ഈ കമ്പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെ എടുത്ത് വെക്കണം. ഇങ്ങനെ തന്നെ വെച്ചിട്ട് മണ്ണിട്ടാ മതി. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിന് DAP എന്ന വളം ഇട്ട് കൊടുത്താൽ മതി. പൂവും വരും. പിന്നെ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കും. ചെയ്താൽ മതി. വെള്ളം ശരിക്കും വേണം അല്ലേ? സൂര്യപ്രകാശം ഉള്ളടത്ത് വെക്കണം. സൂര്യപ്രകാശം നല്ല വെയിൽ കിട്ടണം, എന്നാലേ പൂവ് ഉണ്ടാവത്തുള്ളൂ. DAP നല്ലതാണ് എല്ലാ ചെടികൾക്കും, പൂവ് ഉണ്ടാവുന്ന എല്ലാത്തരം ചെടികൾക്കും. ഇതൊരു പുതിയ അറിവാണല്ലോ. DAP എന്താ? DAP അത് നമ്മളെ കടകളിലൊക്കെ സാധാരണ ലഭിക്കത്തില്ലേ? അത് വാങ്ങിച്ചിട്ടാ മതി. ഇച്ചിരി ഇടാവുള്ളൂ, നുള്ളു മാത്രമേ ഇടാവുള്ളൂ. കരിഞ്ഞു പോവുകയും ചെയ്യും. നന്നായിട്ട് പൂക്കളുണ്ട്. അപ്പൊ പിന്നെ വേറെ ഒരു സംശയം ചോദിക്കട്ടെ, ഇത് നിറച്ചതിന് ശേഷം ചെടി വെച്ചതിന് ശേഷമേ പിന്നെ എത്ര നാളിന് ശേഷമാണ് ഇത് മാറ്റി പിന്നെയും വേറെ ചട്ടിയിലേക്ക് മാറ്റണോ? ഇല്ല, ഇത് വലിയ ചട്ടിയാണ്. നോർമൽ കുറച്ച് വലിയ ചട്ടിയാണ്. ഇപ്പോഴേ മാറ്റേണ്ട ആവശ്യമില്ല, കാരണം ഇത് ബഡാണ്. ഈ വെച്ചിരിക്കുന്നത് ചെമ്പരത്തിയാണ്. ഇത് വേറൊരു പ്ലാന്റ് ആണ്. ഇത് പൂക്കളുണ്ടാവുന്ന ചെറിയ തരത്തില്. ഇതിന് കുട്ടി ഉണ്ടാവുമ്പോ മാറ്റി നട്ടാൽ മതി. ഇതും കുറച്ചുകൂടെ വലിയ ചട്ടിക്കകത്ത് വെക്കാനാണ്. ഇവിടെ ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വലിയ ചട്ടിയൊന്നും, ഇതിനും വലിയ ചട്ടി വേണ്ട. വേരില്ല ഇതിനൊന്നും. ചെമ്പരത്തിക്ക് മാത്രമേ പിന്നെയും വേര് വരത്തുള്ളൂ. ഇത് ബഡായതുകൊണ്ട് അധികം താഴെ വെക്കേണ്ട ആവശ്യവുമില്ല. ചട്ടി വെച്ചു കൊടുത്താൽ കറക്റ്റ് ആയിട്ട് പൂവുണ്ടാവുകയും ചെയ്യും. ലക്ഷ്മിക്കുട്ടി, ഈ പിന്നെ ഇത് ഈ മരത്തിൻ്റെ മുകളിലോട്ട് പോകുന്ന ഇത് ഈ തെങ്ങിൻ്റെ മുകളിലോട്ട് പോകുന്നത് ഇതെന്ത് ഇതാണ്? അതെന്താ അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നേ? അത് തേങ്ങ ഇടാൻ കയറുന്നത് പോലുണ്ടോ? പിന്നെ ഇവിടെ ആണ്ട് നിൻ്റെ ചേട്ടൻ പറയുന്ന കേട്ട് ഇത് പിന്നെ താഴെ പടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ ഇതിലേ പോകുന്നവർ പറിക്കുമെന്ന് വിചാരിച്ചിട്ടേ മേളിൽ കയറ്റി വിട്ടോ. ഇപ്പം ഇത് നോക്കിയിരിക്കാനും പറിക്കാനും പറ്റുന്നില്ല. ഓളാണോ? അല്ലല്ല, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് അപ്പൊ ഈ ചെടികള് എല്ലാം അന്നത് ലക്ഷ്മിയുടെ ഭർത്താവാണ്. ഇതിവിടെയാണോ? ഭയങ്കര വെയിലാണ്. എവിടെ വെക്കണം? പിന്നെ എടുത്തോട്ടല്ലേ? അല്ലെങ്കിൽ അപ്പുറത്ത് വെച്ചാൽ രണ്ട് ഭാഗത്തും വെക്കാം. ഇവിടെ കൂടെ ഈ ചെമ്പരത്തിയും കൂടെ വൃത്തിയാക്കി വെക്കണം. ഇവിടെ റോസ,